അതിലൊരു മാറ്റമില്ല. ഒരു ദിവസം നേരത്തെ പെരുന്നാള്, നോമ്പായാലും ശരി, പെരുന്നാൾ അല്ല ഒരു ദിവസം കുറച്ച് നോറ്റാ മതി. അങ്ങനെ മാഷാ അല്ലാ, നമ്മളെ റഫീഖിന്റെ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇൻഷാ അല്ലാ നമുക്കത് കഴിക്കാം. നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഞാൻ ഓട്ടത്തിൽ വരെ കൊണ്ടാണ് കൂടാൻ പോയിരുന്നത്. അപ്പം അങ്ങനെ പോന്നപ്പം പിന്നെ ചെക്കന്മാരൊക്കെ വേറെ ബൈക്കുക. കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ എടുക്കട്ടെ. ചോറൊക്കെ നിർത്തുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെല്ലാം വിശേഷം? ഗൾഫിലൊക്കെ എല്ലായിടത്തും, ഒമാനൊക്കെ എല്ലായിടത്തും പെരുന്നാളാണ്. അപ്പം പെരുന്നാളിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിച്ചു വന്ന് കിടന്നുറങ്ങി. ഉച്ചക്ക് ഏകദേശം ഉച്ച സമയമൊക്കെ അതിന് കിടന്നുറങ്ങിയപ്പം ഇവിടെ ഡ്രൈവർമാർക്ക് പിന്നെ പെരുന്നാളും ഇല്ല, നോമ്പും ഇല്ല, എന്നും ജോലി തന്നെ, ജോലി. അതിൻ്റെതായിട്ട് ഇപ്പൊ വൈകുന്നേരം എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെങ്ങായിന്റെ റൂമൊക്കെ ഇറങ്ങിയതാണ്. അപ്പോഴും പണി തന്നെ. പിന്നെ ഇനിയിപ്പോ രാത്രി ലീവ് വെച്ച് നോക്കണം. കാരണം എന്താ വെച്ചാല് ഇത് നടക്കൂല. ഇന്നലെ ഫുള്ള് ഉറങ്ങിക്കില്ല, ഇന്ന് ഉച്ചക്കും മര്യാദയ്ക്ക് ഉറങ്ങിക്കില്ല. അതിൻ്റെതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരു ഭക്ഷണം നേരം കഴിച്ച് ഇനിയിപ്പോ വൈകുന്നേരം ഇവിടെ നിന്ന് ചെക്കന്മാരൊപ്പം ബിരിയാണി കഴിക്കാനുള്ള വരും. ഇപ്പൊ നമ്മളെ ചായയുടെ റൂമാണ് ഇവിടെ അടുത്ത്. ഓരോ റൂമൊക്കെ വന്നാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. ആള് ഇവിടെ ഉണ്ട്, മറ്റുള്ളവർക്ക് എത്തിയിട്ടുണ്ടോ അറിയില്ല. ഏതാ റൂമിലേക്ക് ചെന്ന് കഴിയാം. ഹലോ ഗോയിസ്, ചോറുന്നോ? രാവിലത്തെ ബിരിയാണി അടിപൊളിയായിരുന്നു. ഇൻഷാ അല്ലാ അതിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ തകർക്ക. ചെക്കന്മാരെ കൂടെ ജായിസാണ് കേട്ടോ. അയ്യോ സോയിഷായി അതോ തീരും. അയ്യോ ഈ ഇത് കാണുന്ന നിങ്ങളെന്തായാലും ഞങ്ങക്ക് ലീവ് എന്തായാലും സൽമാൻ രാജാവിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും മേടിച്ചായിരുന്നു. നടക്കണേ ഇവിടെ പണിയെടുത്ത് പെരുന്നാൾക്ക് ലീവ് പോയിട്ട് പണിയെടുത്ത് മടുത്തിട്ട് ഇവിടെ ഒരു 5 മിനിറ്റ് ലീവ് കിടന്നുറങ്ങാം. ഏതാ ചായ? ഐസ് ചായ ഫുൾ സെറ്റാണ് ഞങ്ങള്. ഈ കളറാണ് പ്രശ്നം. ഈ കളർ നോക്കണ്ട കേട്ടോ. ചായയാണ് അതിന്റെ ഉള്ളിൽ ഇല ഉണ്ടില്ല. ചായ അറിയാൻ വേണ്ടിട്ടാണ്. ഞാൻ തെക്കുവന്റെ ബാധയിലാണ്. അല്ല എന്റെ വീഡിയോ ചെയ്യണവർക്കൊക്കെ അറിയാം അത്ര ഉംറ ഇതിന് കണക്ക് കൂട്ടുമ്പോ ഓരോ സാധനം അല്ല നമ്മള് തെക്കുവന്റെ ബാധല്ല. നമ്മള് നാട്ടിലത്തെ എനിക്ക് അലമ്പൊന്നുമില്ല. ഇനിയിപ്പോ തെക്കില്ല. അല്ല ഇനിയിപ്പോ എന്താ സീൻ പറയട്ടെ. ഇനിയിപ്പോ ഈ സാധനം കുടിച്ചിട്ട് നാളെ മറ്റന്നാൾ അല്ല ഞാൻ 6 നോമ്പ് നോറ്റിട്ട് സുന്നത്തിന് ഇതൊക്കെ സാധനങ്ങൾ നാട്ടിൽ കണ്ടിനോ? അല്ല നമ്മളെ ഇതിന്റെ രഹസ്യം, ആരോഗ്യത്തിന്റെ രഹസ്യം നമ്മളായിരിക്കും MDM ഒന്നുമില്ല. ഇത് സാധനം ഇവരാണ് എനിക്കെതിരെ തൂത്ത് ഷുറാബ് തൂത്തൊക്കെയാണ് ഞങ്ങൾ കുടിക്കണേ. ഇവന് അതൊക്കെ അവർക്കറിയാം കമ്പനിന്റെ. എന്താണ് സാറേ ഉടുക്കാണെങ്കി പോയി വിറ്റമിൻ ഡിയും എയും ഒക്കെ കിട്ടും. അത് പോയില്ല. ഇതാണ് നമ്മളെ പേര്. മക്തല പറഞ്ഞില്ല, ഉറക്കൂലല്ലോ.
ഓർക്കിത് പെരുന്നാൾ നേരം വെളുക്കാത്തവരോട് വർത്താനം നല്ല നല്ല ഇല്ല അവിടെ പോയിരിക്കണം രാത്രി പരിപാടി ചൂടില്ലേ രാത്രി എസ് പി ആക്കിയാലോ രാത്രി അല്ല നാളെ ഇപ്പൊ നോമ്പല്ലേ രാത്രി മീനും ചോറ് തിന്നാൻ പോവാം അങ്ങനെ ആക്കണോ എന്നാ മറ്റേ സക്കാത്തും കൈ കിട്ടിയില്ലേ കൊടുക്കേ അവിടേക്ക് വെക്ക എടുത്തോ ഇത് മാനിച്ച് ഓന് വൈറ്റമിൻ ഡി വേണ്ടാറിന് ഷെബീബിന് ആവശ്യത്തിന് അനാവശ്യത്തിന് വൈറ്റമിൻ ഡി എമ്പാടും കിട്ടിയിട്ട് അവിടെ തണുപ്പുണ്ടല്ലോ നിനക്കെല്ലാം കിട്ടാനല്ലോ ഓശം അടിച്ചു വരുമ്പോ വൈറ്റമിൻ ഡി ഇനിയിപ്പോ ഒരു വൈറ്റമിൻ ഡി ആവശ്യം വരുന്നില്ല അതൊന്നുമില്ല റമദാനാണ് അവിടെ ഇരിക്കണ്ട അവിടെ ക്യാമറ ചില്ലല്ലേ വരന്റെ മുമ്പില് ഇതോടെ തീരുമാനമാക്കും നമ്മൾ ഇരുത്തും കൊടുത്തൊക്കെ ഏത് ഇതൊക്കെ ഇടണ്ടേ നമ്മളൊരു അവസ്ഥ ഇതിലാറെ ദാരിദ്ര്യാണ് ബക്കാലക്കാരുടെ അവസ്ഥ 365 ദിവസം പണി അതുണ്ട് ഒരു 4000 റിയാൽ ശമ്പളം കിട്ടുന്ന ഒരു അവസ്ഥ പണി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയിക്കണം 4000 5000 ഒന്നും കുഴപ്പമില്ല അച്ചാറുണ്ടല്ലോ തൈര് ഉണ്ടായിരുന്നു അച്ചാറുണ്ടോ പെപ്സി കണ്ടിരുന്നു ഈശ് അതിന്റെ ഒരു കുറവും കൂടി ഉള്ളു ഇവിടെ ഉണ്ടാവോ നമ്മള് ഈ തിന്നിച്ചു പോവാ അല്ലേ സാധനം പെട്ട് കഴിഞ്ഞാൽ എന്നെ തിന്നിട്ടേ പോകാൻ നമ്മള് റഫീഖിന്റെ ബിരിയാണിനെ കുറിച്ച് എന്തായാലും 2 വാക്ക് പറയാം അടിപൊളി ബീഫ് ബിരിയാണി ഒന്നും വരല്ല ചോറുക്കാണ് പ്രവാസിയായിട്ട് ഏതായാലും നമുക്കിത് വെക്കാൻ കൂടിയില്ല വെക്കാൻ ഹെൽപ്പ് ചെയ്യാൻ കൂടിയില്ല കാരണം തിന്നാൽ ഹെൽപ്പ് ചെയ്യാൻ എന്തായാലും വേണ്ടോ പിന്നെ രസമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്നലെ നമുക്ക് ഒഴിവ് കിട്ടില്ല നമ്മളെ എല്ലാം ആ സമയത്തൊക്കെ ഒരുക്കി കൊടുക്കുന്നു എന്റെ പ്രശ്നം എന്താ വെച്ചാൽ മമ്മീന്റെ തറവാട് വീടാണ് എല്ലാരും തറവാട് വീട്ടിൽ അവിടെ എത്താം ഇപ്പൊ അവിടെയുള്ള ഡ്രൈവർമാർ കുഴങ്ങും ഉച്ചവരെ ഒഴിവില്ലേന് ഉച്ച 2 മണി വരെ തന്നെ ഒഴിവില്ലേ ഇന്ന് റൊട്ടി നപ്പിടുന്നു പൊന്നാറിന്റെ അതിലെ ഉച്ചക്കൊന്ന് കൂട്ടും എന്താ അച്ചാറ് ഈ വഴിക്കല കൊണ്ടുവച്ചിട്ട് 2ാം വട്ടം ചൊറിയപ്പോ ശ്രീലങ്കക്കാരനല്ലേ ആ അണ്ണനാണല്ലോ അവനോട് പറഞ്ഞ അവൻ ചെറുതാക്കി കെട്ടിയത് ബിരിയാണി പീസ് നമ്മൾ നൈസ് പീസ് പക്ഷെ ഇവിടുന്ന് പോയാലും മതി നമ്മളെ റഹേലിൽ നിന്നും കിട്ടുന്നതാണ് ഇല്ലേ അവിടെ 16 ഒക്കെ അല്ലല്ലോ പക്ഷെ അവിടെ ചിലപ്പോ പഴക്കണ്ടാവേ പാക്കുണ്ടാവും പക്ഷെ പാടത്തെ നല്ല ഫ്രഷ് ഏകദേശം സെറ്റപ്പ് സാധനം കിട്ടും അത് നമ്മള് നോക്കണം ഞാൻ നാളെ സൂതാങ്ങി നല്ല സൂത നല്ല അടിപൊളി ടേസ്റ്റ് വണ്ടി കിട്ടോ അല്ലെങ്കിൽ എന്നെ ബയാളാകണം ബയാളിനും 16 ഒക്കെ ഉള്ളു അത് പൊള്ളിയ ബിരിയാണി ഒക്കെ അല്ലേ ചിക്കൻ വേണ്ടല്ലോ പോയി വന്നിട്ട് ചോറൊക്കെ ഉണ്ടാക്കിട്ട് പണ്ട് നമ്മള് വലത് പോയ ഓർമ്മയില്ല എനിക്ക് നിസാറെ പണ്ട് നമ്മള് വലത് പോയ ഓർമ്മ ഉണ്ടോ അലാഖത്തെ ഒരു സൂതാങ്ങി അല്ല പൈസ ആണല്ല നമുക്ക് ഒരു പഞ്ചായത്തുക്കുള്ള മീൻ കിട്ടും 100 റിയാൽ കൊടുത്താ നമ്മൾ കൊടുക്കണം അല്ല യഥാർത്ഥത്തിൽ അങ്ങനല്ല അതിന്റെ കണക്ക് നമ്മളെന്നെ കൊടുക്കണം പക്ഷെ നമ്മളെ ചെലവ് നടത്തുന്ന ആൾക്കാർ ഓലാവുമ്പോ ഓല് കൊടുക്കണം അതാണ് അതിന്റെ കണക്ക് നമ്മളെ ചെലവ് നോക്കണ ഓലാണല്ലോ സത്യത്തില് അക്കോമഡേഷൻ ഓലല്ലേ ഫുഡില്ലെങ്കിലും ഇടക്കിടക്കോല് തരുന്നുണ്ടല്ലോ അപ്പോലെ നമ്മളല്ലേ അറിയുന്നത് ആയിക്കാസ് പാവങ്ങളാണ് അവർക്ക് ഇത്ര സക്കാത്ത് നിർബന്ധം
എന്റെ മിത്രമാരുടെ ഫൗസിക്ക് ആകെ കൊടുക്കാനാണ്. ഇജാ യൂട്യൂബില് വീഡിയോ ഉണ്ടോ പരദ്യക്കാരൻ അലാക്കത്തെ ഒരു മതിലിന്റെ സൈഡ് ഉള്ളി ചാക്ക് കൊടുത്താണ്ട് അറച്ചാണ്ട് ഇങ്ങനെ ലെവലാക്കുന്നുണ്ട്. ഒരു സൗദി ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എത്രയാണിത്? അപ്പം പറയാ വിൽക്കാനാണോ നല്ലാന്ന്, ഇത് എനിക്ക് തിന്നാളാണ്, ഇത് ക്യാമനാളെ തിന്നാനും തീരുന്നത്. അതായത് ഇപ്പൊ ഒരു 40 ആയിര റുസ് ഏതൊക്കെയാണ് കിട്ടിയെന്നോ? ആയില വേറെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അബുക്കാസ് വേറെ കേസ്. തരം തിരിച്ചു വെച്ചിക്കാണോ? അത്യാവശ്യം അല്ലേ? ഓൽക്ക് 800 റിയാല് ശമ്പളം. നമ്മള് ഓല കളിയാക്കല്ലേ നാട്ടിലത്തെ ആൾക്കാരൊക്കെ. നമ്മള് ഓല ശമ്പളം അത് സംഗതി ഇല്ല തന്നെയല്ലേ. നിങ്ങള് ചർച്ച ചെയ്യണം. സത്യത്തിൽ ഇതിനെ വ്യക്തമാക്കണം. മൈക്കില്ലാതെ ഒരു ചർച്ചയ്ക്ക് മൈക്ക് റെഡിയാണ്. മൈക്ക് ജായിസ അല്ലെങ്കിൽ നിസാരോടല്ലേ വാർത്താനം പറയാൻ ഒരുപാടുണ്ട്. ചർച്ച ഏത് വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യണം? ഏത് വിഷയത്തെ? അപ്പൊ നമ്മളെ പെരുന്നാളിനെ പറ്റി, നാട്ടിലത്തെ പെരുന്നാൾ ഇവിടെ വന്നിട്ട് പെരുന്നാളിനെ മാറ്റം അത് സൗദി അറേബ്യ തന്നെ. അതിലൊരു മാറ്റമില്ല. ഒരു ദിവസം നേരത്തെ പെരുന്നാൾ. ഒരു ദിവസം നേരത്തെ പെരുന്നാള്, നോമ്പായാലും ശരി പെരുന്നാൾ. അല്ല, ഒരു ദിവസം കുറച്ച് നോറ്റാ മതി. അങ്ങനെ ഒരു ഇതുണ്ട്. നാട്ടിലാണെങ്കിൽ നോമ്പും തോച്ചിട്ട് രാവിലെ സുബഹിക്ക് ഇറങ്ങണം പണിക്ക്. ഇവിടെ ആവാൻ പറഞ്ഞ അത്തായം കഴിഞ്ഞാല്. പക്ഷെ വേറെ ഒന്നുണ്ട്, എനിക്ക് പ്രവാസത്തിൽ വന്നിട്ട് പണിയെടുക്കാൻ ഏറ്റവും സുഖം നാട്ടില് പോയ ഭയങ്കര റിസ്ക് അല്ലേ? അതായത് രാവിലെ നമ്മള് ഉറക്കത്തിൽ നിന്ന് നീച്ച് പണിക്ക് പോകാറ. അതന്നെ സസ്ലിപ്പ ഞാൻ മൊത്തത്തിൽ പറഞ്ഞല്ലോ എന്തുകൊണ്ട് സുഖം സൗദി അറേബ്യ എന്നുള്ളത്. കഴിക്കുക കിടന്നുറങ്ങുക. പിന്നെ രാത്രി എന്നോട് പെണ്ണുങ്ങൾ പറയാൻ ഒരാൾ പറഞ്ഞ നിങ്ങൾ നല്ല തടിച്ചിട്ടോ പറഞ്ഞ. പിന്നെ രാത്രി 3 നേരൊക്കെയല്ലേ തീറ്റ. നമ്മള് വേറെ ഒന്നുണ്ട്, എത്ര കുറ്റം പറഞ്ഞാലും പ്രാത്തീപിന്റെ കാര്യത്തിൽ വരെ ഓക്കെ. നമ്മളെ നാട്ടില് വൈകുന്നേരം പണി മതിയാക്കി മുതലാളിന്റെ കേക്കിൽ കിട്ടും. ഒരു 100 ഉണ്ടാവൂടോ, ഒരു 200 ഉണ്ടാവൂടോ. അല്ല, അത് നിന്റേത് അങ്ങനെയാന്ന് വെച്ചിട്ട് മൊത്തത്തിലല്ല, ടോട്ടൽ ഇപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇവിടെ വേറൊന്നുണ്ട്, ഇവർക്ക് നിയമത്തെ ഭയങ്കര പേടിയാണ്. നമ്മുടെ നാട്ടിലെ നിയമം അത് മാത്രല്ല, നമ്മള് ഇവിടെ എന്നാ തെക്കുള്ള കൂട്ടത്തിലാവും, നിസ്കാരം ഉണ്ടാവും, മനസ്സ് നന്നാവും. എന്റെ പൊന്നാറാസിനി ഇപ്പൊ റംസാനിന് വരെ ഞാൻ കണ്ടിട്ടല്ലോ പള്ളിയില്. അല്ലാതെ അങ്ങനെ പറയാൻ കൂടി ഞാൻ പറഞ്ഞല്ലോ. തെക്കുണ്ടാണ് നാട്ടുകാർക്ക് നമ്മളെ പറ്റിയൊരു മതിപ്പുണ്ട്. അങ്ങനെയാണോ? ഓക്കെ. അല്ല, നീ മാരിബിന്റെ നേരത്തെ പള്ളിയിൽ വരിക, ചോറ് വരിക, കൈ കഴിയാൻ പേരെ പോവാ. കാരണം തൂറാൻ. അതല്ല, അത് നമ്മളെ ബാവുട്ടുണ്ടല്ലോ പള്ളിക്കന്നാണ്ട് ചോറ് ഇട്ടില്ല. ഞാൻ നിസ്കരിച്ചില്ല. ബാവുട്ടന്റെ മസാല ഭയങ്കര ഇഷ്ടം. അത് അത്രക്കൊന്നും ഉണ്ടാവില്ല. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പറയുക, അത്രക്കൊന്നും ഉണ്ടാവില്ല. എന്താ പറയാ, ചോറുണ്ടാവും. ഇന്ന് പലസ്തീനെ നല്ല ആക്രമിച്ചു, ഇന്ന് വലിയ ചോറെടുക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു മറ്റെന്തിക്കാര. ഇന്ന് ഞാൻ പള്ളിക്കുണ്ട്.